നമസ്കാരം. സ്കൂൾ വാർഷികങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം, പ്രസംഗത്തിന്റെ സ്വഭാവം ഇവയൊക്കെ അനുസരിച്ച് ഉചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രസംഗം തയ്യാറാക്കുമല്ലോ. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആദരണീയരായ അധ്യാപകരെ, ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, നാളെയുടെ നല്ലൊരു പുത്തൻ ലോകം ഇന്നത്തെ ക്ലാസ് മുറികളിലാണ് രൂപപ്പെടുന്നത്. ഈ വാക്കുകൾ കേവലം ഒരു ചിന്ത മാത്രമല്ല, അത് വലിയൊരു സത്യമാണ്. കാരണം വിദ്യാലയം എന്നത് വെറും പാഠപുസ്തകങ്ങളുടെയും പരീക്ഷകളുടെയും ഇടമല്ല. അത് ഒരു നാടിന്റെ വെളിച്ചം, ഒരു തലമുറയുടെ പ്രതീക്ഷയാണ്. കുഞ്ഞു മനസ്സുകളുടെ ഉള്ളിൽ നന്മയുടെ വെളിച്ചം തെളിയിക്കുന്ന പുണ്യസ്ഥലം കൂടിയാണ്. ഇവിടെ അക്ഷരങ്ങൾ വാക്കുകളാകുന്നു, വാക്കുകൾ ചിന്തകളാകുന്നു, ചിന്തകൾ സ്വപ്നങ്ങളാകുന്നു, സ്വപ്നങ്ങൾ പിന്നെ ജീവിതത്തിന്റെ വഴികളായി മാറുന്നു. സ്നേഹത്തിന്റെ കരുതലോടെ തിരുത്തിയും പ്രോത്സാഹനത്തിന്റെ ചിറകുകൾ നൽകിയും ആത്മവിശ്വാസത്തിന്റെ കരുത്തു പകർന്നും ഓരോ കുഞ്ഞിന്റെയും ഭാവിയെ പണിയുന്ന ശില്പശാലയാണ് നമ്മുടെ വിദ്യാലയം. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം എന്ന ഏറ്റവും സന്തോഷകരമായ അവസരത്തിലാണ്. വാർഷിക ദിനം എന്ന് പറയുമ്പോൾ അത് കുറച്ച് കലാപരിപാടികൾ മാത്രമല്ല, ഒരു വർഷം മുഴുവൻ നമ്മൾ പണിതെടുത്ത ഓർമ്മകളുടെ പുസ്തകം തുറന്നു നോക്കുന്ന, നമ്മുടെ പരിശ്രമങ്ങൾക്ക് അർത്ഥം നൽകുന്ന ഒരു ആഘോഷമാണ്. പഠനത്തിന്റെ നേട്ടങ്ങളും കലയുടെ നിറക്കൂട്ടുകളും കായികത്തിന്റെ ആത്മവിശ്വാസവും സൗഹൃദത്തിന്റെ മാധുര്യവും എല്ലാം ചേർന്ന് ഇന്നത്തെ വേദിയെ അവിസ്മരണീയമായ ഒരു ഓർമ്മയാക്കി മാറ്റുന്നു. നമ്മുടെ വിദ്യാലയം നമ്മെ പഠിപ്പിച്ചത് പാഠങ്ങൾ മാത്രമല്ല, എങ്ങനെ പഠിക്കണം എന്നതോടൊപ്പം എങ്ങനെ ജീവിക്കണമെന്നും നമ്മെ പഠിപ്പിച്ച ഒരു ജീവിത പാഠശാലയാണ് ഇത്. നല്ല പെരുമാറ്റം, ശുചിത്വം, സമയക്രമം, സഹകരണം, സത്യസന്ധത, വിനയം, സഹിഷ്ണുത തുടങ്ങി പാഠപുസ്തകങ്ങളിൽ എഴുതിയിട്ടില്ലാത്ത, പക്ഷേ ഒരു കുട്ടിയെ നല്ല മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ അധ്യായങ്ങൾ നമുക്ക് പകർന്നു തന്നു. ഇവിടെ നമുക്ക് വഴി കാണിച്ചവർ നമ്മുടെ അധ്യാപകരാണ്. പഠനത്തോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്താൻ അവർ നമ്മെ സഹായിച്ചു. അവർ തിരുത്തിയപ്പോൾ അത് കുറ്റപ്പെടുത്തലുകൾ അല്ലായിരുന്നു, നമ്മുടെ ഉള്ളിലെ കഴിവുകളെ പൂർണ്ണമായി പുറത്തെടുക്കാനുള്ള സ്നേഹവും കരുതലുമായിരുന്നു. നമ്മളിൽ പ്രതീക്ഷ കാണാൻ നമുക്ക് തന്നെ കഴിയാത്ത ചില അവസരങ്ങളിൽ നിനക്ക് കഴിയും എന്ന് ഉറപ്പോടെ പറഞ്ഞവർ അധ്യാപകരാണ്. അതിനാൽ ഈ വേദിയിൽ നിന്ന് എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ നന്ദിയും ആദരവും ഹൃദയം നിറഞ്ഞ സ്നേഹവും അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ, നമുക്ക് പിന്നിൽ ഒരു കരുത്തായി നിലകൊള്ളുന്നവർ, നമ്മുടെ വിജയത്തിൽ കാണാത്ത കണ്ണീരും പറയാത്ത പ്രാർത്ഥനകളുമുള്ളവരാണ് അവർ. ചിലപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് ഉണർന്നിരിക്കുന്ന സ്നേഹമാണവർ. മാതാപിതാക്കളുടെ കരുത്താണ് നമ്മുടെ കരുത്ത്. ഈ വാർഷിക ദിനത്തിൽ എല്ലാ രക്ഷിതാക്കളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഈ സ്കൂൾ വാർഷികം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട്: പ്രതിഭ. അത് എല്ലാവർക്കും ഉണ്ട്. അവസരം കിട്ടുമ്പോഴാണ് അത് തെളിയുന്നത്. വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ നിറകുടങ്ങളാണ് ഓരോ വിദ്യാർത്ഥിയും. ഒരാൾക്ക് പാട്ടിൽ, മറ്റൊരാൾക്ക് ചിത്രരചനയിൽ, ചിലർക്ക് നൃത്തത്തിൽ, മറ്റൊരാൾക്ക് പ്രസംഗത്തിൽ. അങ്ങനെ ഓരോരുത്തരും ഓരോ പ്രകാശമുണ്ട്. ഇന്നത്തെ വേദി ആ പ്രകാശങ്ങളെല്ലാം ചേർന്ന് തെളിയുന്ന ഒരു ദീപശിഖയാണ്. പഠനമെന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പഠനം മാർക്കുകൾ മാത്രമല്ല. പഠനമെന്നത് സ്വയം അറിയുകയും ലോകത്തെ മനസ്സിലാക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും നല്ലത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു വളർച്ചയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം നമ്മെ വിദ്യാർത്ഥി എന്ന പദം കടന്ന് നല്ല പൗരൻ എന്ന നിലയിലേക്ക് ഉയർത്തുന്നത്. ഇന്നത്തെ ലോകം അറിവിന്റെ ലോകമാണ്. പക്ഷേ അറിവിനൊപ്പം മൂല്യങ്ങളും ചേർന്നാൽ മാത്രമേ ജീവിതം മനോഹരമാകൂ. അതിനാൽ ഞാൻ സത്യസന്ധനായിരിക്കും, മറ്റുള്ളവരെ ബഹുമാനിക്കും. ഞാൻ എൻ്റെ നാടിൻ്റെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അഭിമാനമായിരിക്കും. ഞാൻ എൻ്റെ കഴിവുകൾ വളർത്താൻ
പരമാവധി പരിശ്രമിക്കും എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ എപ്പോഴും മനസ്സിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിജ്ഞകൾ തന്നെയാണ് വലിയ വിജയങ്ങളുടെ തുടക്കം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്കൂൾ ഒരു പാഠശാല മാത്രമല്ല, അത് ഒരു കുടുംബമാണ്. വ്യത്യസ്ത സ്വഭാവങ്ങളും കഴിവുകളുമുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ അവിടെ വളരുന്നത് വെറും അറിവ് മാത്രമല്ല, ഒരു വലിയ സൗഹൃദമാണ്. ആ സൗഹൃദം പലപ്പോഴും ജീവിതം മുഴുവൻ നമ്മോടൊപ്പം നടക്കും. അതുകൊണ്ട് തന്നെ സ്കൂൾ ജീവിതം എന്നത് നല്ല ഓർമ്മകളുടെ പൂന്തോട്ടമാണ്. ചില ഓർമ്മകൾ പുഞ്ചിരി നൽകും, ചിലത് കണ്ണു നനയ്ക്കും, പക്ഷേ എല്ലാം നമ്മെ മനുഷ്യരാക്കും. ഇന്ന് ഈ വേദിയിൽ നടക്കുന്ന കലാപരിപാടികൾക്കും കുട്ടികളുടെ മികവുകൾക്കും പിന്നിൽ വലിയൊരു പരിശ്രമമുണ്ട്. കുട്ടികളുടെ അധ്വാനവും അധ്യാപകരുടെ പിന്തുണയും കൂട്ടുകാരുടെ സഹകരണവും രക്ഷിതാക്കളുടെ പ്രോത്സാഹനവും ചേർന്നാണ് ഒരു മികച്ച പ്രകടനം ഉണ്ടാകുന്നത്. ഇന്ന് വേദിയിൽ അരങ്ങേറുന്ന ഓരോ പരിപാടിയും നമ്മൾ ഒരുമിച്ച് പണിതെടുത്ത വിജയകഥയാണ്. അവസാനമായി ഈ വാർഷിക ദിനം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ പുതിയൊരു പ്രതീക്ഷയായി അവശേഷിക്കട്ടെ. നമ്മുടെ വിദ്യാലയം ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ. ഇവിടെ നിന്ന് പഠിച്ചു പുറത്തിറങ്ങുന്ന ഓരോ കുട്ടിയും സമൂഹത്തിൽ നല്ല മനുഷ്യരാകട്ടെ. നമ്മുടെ അധ്യാപകർക്ക് അഭിമാനവും രക്ഷിതാക്കൾക്ക് സന്തോഷവും നാടിന് വെളിച്ചവുമാകുന്ന വിധത്തിൽ നമ്മൾ വളരട്ടെ. നമ്മുടെ ഈ വാർഷികാഘോഷം മനോഹരമായ ഓരോർമ്മയായി ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.